ഹായ് ഫ്രണ്ട്സ് ടൂർ ഇട്ടപ്പോൾ അങ്ങനെ ഹീറോയുടെ അച്ഛനൊക്കെ ഭയങ്കര ഷോക്കായിരുന്നു. എന്താ മോൻ പറയുന്നത്? ഇത് കേട്ട് ഹീറോയുടെ മമ്മി ഷോക്കായിരുന്നു. ഇവൻ റിച്ച് ബോയ് ആണ്. അങ്ങനെ ഹീറോയിൻ്റെ മമ്മി അക്സസ് ചെയ്യുന്നു സ്നേഹിക്കണമാണോ? ഇല്ല, നിങ്ങളെ മോള് നിങ്ങൾ ചക്കര കണ്ട അതെന്ന് പറഞ്ഞതാ. അതെ ഇല്ലപ്പാ. ഇങ്ങനെ വീണ ഹീറോയിൻ്റെ മമ്മി അങ്ങനെയാണോ? അച്ഛൻ പറയാൻ തുടങ്ങി. അതേപ്പാ, നിനക്ക് ഇവൾക്ക് ഓൾറെഡി എൻഗേജ്മെൻറ്റ് ചെയ്യാൻ പോകുന്ന എൻ്റെ അച്ഛൻ എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയായിരുന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ആ ചക്കന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ അതെ, ഹീറോയ്ക്ക് ഹാപ്പി ആയിരുന്നു. ഹാപ്പി സ്മൈൽ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ആ ചക്കന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ ചക്കൻ്റെ അച്ഛനമ്മയും വന്നായിരുന്നു. ഹായ് സർ. ഹായ്. എങ്ങനെയുണ്ട്? സുഖമെന്ന്. അങ്ങനെ ഹീറോയിൻ ഭയങ്കര വീട് സന്തോഷമായിരുന്നു ഹീറോയ്ക്ക്. എന്ത് ചെയ്യുന്ന അറിയില്ലായിരുന്നു ഹീറോയ്. ഇവിടെ നിന്ന് എങ്ങനെ തപ്പിക്കാൻ വേണ്ടി അതാണ് ഹീറോയ് ഒരു പ്ലാൻ ചെയ്തതെന്ന്. ഇത് റിയൽ മാരേജ് അല്ല, ഇതൊരു ഫേക്ക് മാരേജ് ആണ്. ഹീറോയ് ഒരു പ്ലാൻ ഇട്ടായിരുന്നു ഇവിടുന്ന് എങ്ങനെ തപ്പിക്കണം. ഹീറോയിൻ്റെ അച്ഛനും എങ്ങനെ ഇവിടുന്ന് തപ്പിക്കാൻ വേണ്ടി എൻ്റെ മോക്ക് വേണ്ടി തപ്പിക്കാൻ വേണ്ടി അവിടെ സെറ്റിലാൻ വേണ്ടി ഇല്ല മാരേജ് ടോർച്ചർ ചെയ്യുക. അച്ഛനൊരു പ്ലാൻ ചെയ്തിരുന്നു. പറഞ്ഞിക്കട ഇവർക്ക് ഓക്കെയാണ് മാത്രമേ സന്തോഷിക്കണം. ഇല്ല വേണ്ടാന്ന്, നിങ്ങൾക്ക് ഡിവോഴ്സ് ചെയ്യാമോ, നിങ്ങൾ പിടിച്ചാൽ നിങ്ങൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു ഹീറോയുടെ അച്ഛനമ്മ. അച്ഛനോ ഹീറോയിൻ്റെ ഹീറോയിൻ അർജുനാണ് അത്. അർജുനക്കും ഹീറോയ്ക്കും മാരേജ് ചെയ്യാൻ പോകുന്നതെന്ന് സംസാരിക്കാൻ അർജുൻ്റെ അച്ഛനമ്മ പറഞ്ഞായിരുന്നു. ഓക്കെ, ഇവർക്ക് ഓക്കെയാണ് മാത്രമേ ഇതാകുക. ഇപ്പം മാരേജ് പറഞ്ഞാൽ റിയൽ ഇങ്ങനെ മാരേജാണ്, അതായത് കോൺട്രാക്ട് മാരേജാണ്. അർജുൻ സ്മൈൽ ചെയ്തതന്നെ ഹീറോയെ ചിരിക്കായിരുന്നു. അങ്ങനെ രണ്ടുപേർക്കും മാരേജ് കഴിക്കാമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാനവർ സ്നേഹിക്കുന്നതാണെന്ന് അർജുൻ പറഞ്ഞായിരുന്നു. എനിക്കുള്ള പിടിക്കും. അതുമാത്രമല്ല അച്ഛനോട് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് അങ്കിൾ എന്ന് ചുമ്മാ ജോക്ക് എന്ന് പറഞ്ഞതെന്ന് അർജുൻ പറഞ്ഞു. ഇവൾക്ക് എനിക്ക് ഓൾറെഡി അച്ഛൻ പറഞ്ഞായിരുന്നു അല്ലേ എന്ത് ഇനി എൻഗേജ്മെൻറ്റ് പാർട്ടി അല്ലേ എന്ന് പറഞ്ഞായിരുന്നു. അതും ഒക്കെയാണ്. ഹീറോയിനോട് പോയി പോമ്മ ഇന്നും എൻഗേജ്മെൻറ്റ് ഒക്കെ അത് ചെയ്യാൻ പോവാം ഹീറോയിനോട് പറഞ്ഞു. ഹീറോയി ചിരിച്ചിട്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ മാരേജ് കഴിയട്ടെ എന്ന് പറഞ്ഞാൽ വേണ്ട, നാളെ തന്നെ എൻഗേജ്മെൻറ്റ് വെക്കാം, ഇന്ന് മാരേജ് നോക്കാമെന്ന്. അങ്ങനെ കല്യാണ പെണ്ണ് ഇത് മാരേജാണ്, ഇന്ന് മാരേജ് നടന്നു, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എൻഗേജ്മെൻറ്റ് വെക്കാമെന്ന് പറഞ്ഞു. അവിടെ ഒന്നും ഉണ്ടായിരുന്നു, ഹീറോയിനെ നോക്കിയുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയിന് പറഞ്ഞ ഫോട്ടോത്തിലുണ്ടായിരുന്നു ഡ്രസ്സ് ഇട്ടായിരുന്നു. ഇന്ന് വീക്കൊന്നും അറിയില്ല. രാവിലെ 5 നോക്കുമ്പോൾ വന്ന് നോക്കും ഷോക്കായിരുന്നു. ഇന്ന് എൻഗേജ്മെൻറ്റ്. ഇന്നെന്താ വെച്ചാൽ കല്യാണ പെണ്ണ് പോയിട്ട് ഇന്ന് കുറച്ച് നാൾ കഴിഞ്ഞാൽ അതെടാ ഇന്ന് എൻഗേജ്മെൻറ്റ് പ്രിയാക്ക എന്ന് പറഞ്ഞു. ഷോക്കായിട്ട് പ്രിയാന്ന് നോക്കും. പ്രിയ വിളിച്ചോടെ വരെ പറഞ്ഞു. അങ്ങനെ പ്രിയ റെഡി ആയിട്ട് വന്നിരുന്നു. പട്ട് കൊടുത്തായിരുന്നു. പ്രിയ ചോദിച്ചിട്ടായിരുന്നു. അത് കൊണ്ടുപോയി ഇങ്ങനെ എൻഗേജ്മെൻറ്റ് റെഡി ആയിട്ട് വരാതെ നമ്മൾ ഹീറോയിനെല്ലാം ഈ ഫോട്ടോ മാറി കുറച്ച് ഹെയർ സ്റ്റൈൽ ഏതാണ്, കുറച്ച് വേറെ കളർ സാരിയാണ്. ഇതേപോലെ കളർ ഡിസൈനും അത് വേറെ കളറാണ്. പിങ്ക് കളർ സാരി എടുത്ത് ഹീറോയി വന്നായിരുന്നു. അങ്ങനെ ഹീറോയി വന്നിട്ട് അവിടെ ഇരുന്നായിരുന്നു. രണ്ടുപേർക്ക് എൻഗേജ്മെൻറ്റ് നടക്കാൻ പോകാമെന്ന് പറഞ്ഞായിരുന്നു. വീക്ക് എന്ത് നടക്കുന്ന അറിയില്ല. വീക്ക് ഒരു രക്ഷയില്ല. വീക്ക് ഷോക്കായിരുന്നു. രണ്ടുപേർക്ക് ഓക്കെ ആണല്ലോ എൻഗേജ്മെൻറ്റ് പറഞ്ഞായിരുന്നു. ഹീറോയി സ്മൈൽ ചെയ്ത് എനിക്ക് ഓക്കെ ആണ് ഹീറോയി ചിരിച്ചിട്ട് പറഞ്ഞായിരുന്നു. ഇത് വീക്ക് കാണുമ്പോൾ വീക്ക് എന്താണെന്ന് അറിയില്ല. ഇവിടെ ഞാൻ ഡ്രാഗൻ ചെയ്തുകൊണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കെന്ത് ഒരു ഫീലാവുന്നു. വീക്ക് ഒന്നും മനസ്സിലായില്ല. രണ്ടുപേർക്ക് കുറച്ച് ടൈം പോട്ട് പിന്നെ മാരേജ് കഴിക്കുക എന്ന് ഹീറോയിൻ്റെ വീട്ടിലുള്ളത് സംസാരിച്ചായിരുന്നു. അങ്ങനെ ഹീറോയിൻ ഓക്കെ എന്ന് ചിരിച്ചിട്ട് അവിടുന്ന് പോയ എൻഗേജ്മെൻ്റ് ആയിരുന്നു. ഹീറോയ്ക്ക് എൻഗേജ്മെൻ്റ് ആയിട്ട് 2 ദിവസമായി. ഇനി രണ്ടാമത്തെ നാൾ അങ്ങനെ ഹീറോയിൻ അങ്ങനെ വീട്ടുകാരുള്ള എന്താ പറ്റി മോം പിന്നെ മമ്മി പറയാൻ തുടങ്ങി. ഞങ്ങൾ എല്ലാവരും ഉടുക്ക് പോകാൻ പോകുന്നു. അതെ, ഒരു പ്ലേസിലേക്ക് പോകണം. ഞങ്ങൾ പോയിട്ട് അവിടെ വിളിച്ചോണ്ട് വരാറുണ്ട്. കുറച്ച് ഗ്രാമത്തൊക്കെ എനിക്ക് പോകുന്നുണ്ട്. വീടിനോട് പറഞ്ഞായിരുന്നു. വീക്ക് ഷോക്കായിരുന്നു. ഗ്രാമത്തൊക്കെ നീ വരുന്ന ഇല്ലമ്മ. ഇല്ല പ്രിയ. ഇല്ലപ്പാ, കല്യാണം പെണ്ണ് എന്തിനാണ് വരുന്നത്? പ്രിയ ഇവിടെ വീട്ടിലിരിക്കട്ടെ. ഞങ്ങൾ പോയിട്ട് കുറച്ച് ഫാമിലി വിളിച്ചോണ്ട് വരാം. ഇതിനായിട്ട് 10 നാൾ കഴിയും വരുമ്പോൾ എന്ന് പറഞ്ഞു. പറഞ്ഞ എന്താ മമ്മി പറയാം. ഇല്ലപ്പാ, എല്ലായിടത്തും വിളിക്കണ്ടേ, അതുകൊണ്ട് 10 നാൾ കഴിയും എന്ന് വീടിനോട് പറഞ്ഞാണ്. വിളിച്ചതാണ് ഓക്കെ എന്ന് പറഞ്ഞാൽ വിളിച്ചോണ്ട് വരാൻ എന്ത് പോയായിരുന്നു. അങ്ങനെ വിളിച്ചോണ്ട് വരാമെന്ന് പോയിരുന്നു. അങ്ങനെ എല്ലാവരും വിളിച്ചോണ്ട് വരാൻ എല്ലാം ദൂരെ ഉണ്ടായിരുന്നല്ലേ. അങ്ങനെ വിളിച്ചോണ്ട് വരാൻ പോയായിരുന്നു. അങ്ങനെ വീക്കു ഇതാണ് എൻ്റെ പ്ലാൻ എന്ന് ഒരു പ്ലാൻ ചെയ്തായിരുന്നു. അങ്ങനെ കല്യാണം പറഞ്ഞ വീക്കും അതേമാതിരി കല്യാണമാണ്. വീക്കും മാരേജാണ്. അതെ, വീക്കോ ഹീറോയ്ക്കും മാരേജ്. പറഞ്ഞ ലവ് ചെയ്യുന്ന പെണ്ണും കൂടെ മാരേജ്. ആ പെണ്ണ് പറഞ്ഞായിരുന്നു വേഗം മാരേജ് കഴിക്കാമെന്ന്. പറയും ഇപ്പോൾ എങ്ങനെ മാരേജ് കഴിക്കുക, അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയായിട്ട് മാരേജ് അങ്ങനെയായിട്ട് അവരുടെ ഇങ്ങനെയായിട്ട് വിളിക്കായിരുന്നു. എല്ലാവരും വിളിക്കുമായിരുന്നു മാരേജക്ക്.
മാരേജ് ആർക്ക് മാരേജ് ഒന്നുമില്ല, 2 കല്യാണമെന്ന് പറഞ്ഞായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. എല്ലാം വിളിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ അവർ സംസാരിച്ച് വിളിച്ചുകൊണ്ട് വരായിരുന്നു. ആർക്ക് വീക്കും മാരേജും ഹീറോയ്ക്ക് മാരേജ് എന്ന് പറഞ്ഞാണ്. ഓക്കെ ഓക്കെ എന്ന് എല്ലാവരും പറഞ്ഞാണ്. ഹീറോയ്ക്ക് ഒന്നും അറിയില്ല. അവർ പോയായിരുന്നു. നൈറ്റായിരുന്നു കുക്ക് ചെയ്ത്. രാവിലെയാണ് അവർ പോയത്, കുക്ക് ചെയ്യാൻ തുടങ്ങിയത്. വി പറഞ്ഞു വിക്ക് ചോദിച്ച ജോലിയുണ്ട്, ഗേൾ ഫ്രണ്ട്. അങ്ങനെ നൈറ്റായിരുന്നു വി വന്ന. ഹീറോയി വീട്ടിലിരുന്ന് സംസാരിക്കായിരുന്നു. എങ്ങനെയുണ്ട് വിക്ക് മതിയാണ് ഹീറോയി. അർജുൻ എങ്ങനെയുണ്ട് അർജുൻ, ഓക്കെ ആണ്. അങ്ങനെ ഇങ്ങനെ സംസാരിക്കുക. വിക്ക് ടെൻഷൻ ഏറിയിട്ട് പോയി. എന്താ സംസാരിക്കോ വി ഓർക്കാം ഏത് ബോയ്സ് വേണം ഹീറോയിൻ സംസാരിക്കുമെന്ന് വി അവരെ പായക്കോ ഇല്ല. ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. ഇതെങ്ങനെ സംസാരിക്കാൻ പറ്റും, ഇവൾക്ക് മാരേജ് ചെയ്യാൻ ഇത് പറഞ്ഞ അമ്മ പറയും എന്ന് വി പറയും. ഉണ്ടാതിരുന്നായിരുന്നു. വി ഹീറോയിനെ വിളിക്കുകയായിരുന്നു. ഹീറോയിൻ ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സാരി എടുത്ത്, അത് ക്യൂട്ട് കളറായിട്ട് ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് സാരി എടുത്ത് വെളിയിൽ പോയായിരുന്നു. ഇത് വി നോക്കായിരുന്നു. വിക്ക് എന്ത് ടെൻഷനായറിയില്ല. വി പറഞ്ഞു ഓടക്ക് പോന്ന കല്യാണം ഞാൻ അമ്മേനോട് സംസാരിച്ചിട്ടായി വീട്ടിനോട് പറഞ്ഞു. വിക്കൊന്നും അറിയില്ല. വി ഹീറോയിനെ ഫോളോ ചെയ്ത് വന്നതാണ്. അവിടെ അർജുൻ ഉണ്ടായിരുന്നു. അർജുൻ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് വന്നായിരുന്നു. നല്ല സ്റ്റൈലായിട്ടുണ്ടായിരുന്നു. ബൈക്കിലിരുന്നായിരുന്നു. ബൈക്കിലിരുന്ന് പോവായിരുന്നു. ഹാക്ക് ചെയ്ത് ഇങ്ങനെ പിടിച്ചായിരുന്നു. ഇത് കാണും വിക്ക് ടെൻഷനായിരുന്നു. ഈ കാറിൽ വേണ്ടാന്ന് ബൈക്കിൽ വന്നായിരുന്നു. വി എല്ലാം ശ്രദ്ധിക്കായിരുന്നു. വിക്ക് ടെൻഷനായിരുന്നു. ഹീറോയിൻ വി അങ്ങനെ ഇരുന്ന് സംസാരിക്കുക. അർജുനൻ ഒരേടെ ഫ്രണ്ട്സ് ആയിരുന്നു. അവർ ഇങ്ങനെ ക്ലോസ് ആയിട്ടുണ്ടാവും. ഫുഡ് ഐസ്ക്രീം കൊടുത്തിരുന്ന് ഇങ്ങനെ അർജുനൻ സംസാരിക്കായിരുന്നു. അങ്ങനെ ഹീറോ ഇങ്ങനെ നടക്കുമായിരുന്നു. തട്ടി താഴെ വീഴുമ്പോൾ പിടിച്ചായിരുന്നു ഹിപ്പിന്. ഇത് വീക്ക് തലക്കേറി. വീക്ക് ടെൻഷനായിരുന്നു. വീക്ക് ഹീറോയിൻ വി സ്മൈൽ ചെയ്തായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് ഓക്കെ അങ്ങനെ ഇങ്ങനെ സംസാരിച്ചായിരുന്നു. അങ്ങനെ ജോളിയായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു ഹീറോയിൻ. കൂടെ ഇത് വീക്ക് ടെൻഷൻ തലക്കേറിയായിരുന്നു. അങ്ങനെ ഫോളോ ചെയ്ത് വന്നായിരുന്നു. അങ്ങനെ ഹീറോ നൈറ്റ് തന്നെ ഞാൻ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. ഓ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടായിരുന്നു. വി വന്നായിരുന്നു. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ എന്ത് പറ്റി അതൊന്ന് ചോദിക്കും. വി വന്ന് സ്റ്റോപ്പ് ആയിരുന്നു. അങ്ങനെ വി നീ എന്താ ഇവിടെ ചെയ്യാം, ഒന്നുമില്ല ഞാൻ വീട്ടിൽ പോവാം. അങ്ങനെ അർജുൻ പറഞ്ഞു പ്രിയ എനിക്ക് കുറച്ച് കോൾ വന്നാണ്, വി അല്ല ഡ്രോപ്പ് ചെയ്തോ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. അങ്ങനെ പറഞ്ഞ് അവിടെ നിന്ന് പോയായിരുന്നു. വീനെ